الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഇഅ്തികാഫിൽ നിയ്യത്ത് ഓർമ്മപ്പെടുത്താൻ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ വൽ ഫജ്രി വലയാലിൻ അശ്ർ, 5 രാത്രികളെന്ന് സത്യം ചെയ്തു പറഞ്ഞ ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ 2ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 ഹദീത്തുകളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീത്ത്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ദിവസവും ഇല്ല. ഈ ആദ്യ 10 ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് വരുന്ന നന്മകൾ അത്രത്തോളം ഇഷ്ടം അള്ളാഹ്ക്ക് വേറൊരു ദിവസം ചെയ്താലും കിട്ടൂല. അപ്പം അതുകൊണ്ട് ഈ 10 ദിവസങ്ങൾ മാക്സിമം നന്നായി ചെലവഴിക്കണം, നന്മകൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഈ 10 ദിവസം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാറുണ്ടാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നേക്കാളും വലിയ പുണ്യാണോ? നബിയെ, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ദുൽഹജ്ജയിൽ ആദ്യത്തെ 10 ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അത്ര ഇഷ്ടം അള്ളാഹ്ക്ക് വേറെ ഒന്നുമില്ല എന്നല്ലേ? അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാകുന്നേക്കാളും വലിയ കൂലിയാണോ ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഇല്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണെങ്കിലും ശരി ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം അത്ര ഇഷ്ടം ആ ജിഹാദിന് പോലും വരൂല. പക്ഷെ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇൻ. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയി അവൻ്റെ സമ്പത്തും അവൻ്റെ ശരീരവും ഒക്കെ സമർപ്പിച്ച് കൊല്ലപ്പെട്ട് യുദ്ധം കഴിഞ്ഞ് അവൻ പെരേക്ക് മടങ്ങി വന്നില്ല, അവൻ്റെ സ്വത്തും അവൻ്റെ ശരീരം ഒക്കെ ആണ്ട് അള്ളാഹ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ തന്നെയാണ് മഹത്വം. അത് അങ്ങനെയാണെങ്കിൽ ഷഹീദാവുകയാണെങ്കിൽ അവൻ്റെ സ്വത്തും അവൻ്റെ ശരീരവും അള്ളാഹ്ക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ മെച്ചം. അല്ല യുദ്ധം ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഹജ്ജ് മാസത്തിൽ ആദ്യ 10 ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ വലുതാവണില്ല. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത് 1 മുതൽ 10 വരെയുള്ള ഹജ്ജ് മാസത്തിലെ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ വലിയ പുണ്യം തന്നെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും അത് മികച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ജിഹാദ് ചെയ്യാൻ പുറപ്പെട്ട് യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ട് ഷഹീദായി പെരേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല, സ്വത്തും ശരീരം നശിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന് തന്നെയാണ് പവർ, ഒന്നാം നമ്പർ പവർ. അല്ലാതെ സാധാ യുദ്ധത്തിന് പോവുക, യുദ്ധം ചെയ്യുക, വെട്ടേൽക്കുക, അതിനേക്കാളൊക്കെ മഹത്വം ഈ ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസം സൽക്കർമ്മങ്ങൾ ചെയ്യണതിന് തന്നെയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ്. ഈ ഹദീത്തൊക്കെ കേട്ടിട്ട് ഈ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ പറ്റാതിരിക്കാന്ന് പറഞ്ഞാൽ ഭാഗ്യദോഷല്ലേ? അത്രയും വലിയ ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞ 10 ദിവസം ജിഹാദ് ചെയ്യണേക്കാളും വലിയത് ഈ 10 ദിവസം ഉപയോഗപ്പെടുത്തലാണെന്നൊക്കെ പറഞ്ഞ ഹദീസിലുണ്ട്. അപ്പോൾ ഈ 10 ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകളൊക്കെ ഏതാണ്? വളരെ ശ്രദ്ധിക്കേണ്ട. ഇതിലാണ് അറഫ വരുന്നത്. ഈ 10 ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ പുണ്യമാക്കപ്പെട്ട ചില കർമ്മങ്ങളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ ഹജ്ജ് മാസത്തിൽ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു 10 സുന്നത്തുകൾ. മാസം കണ്ടാൽ ഉടനെ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസലാമത്തി വൽ ഇസ്ലാമി റബ്ബി റബ്ബുക അല്ലാഹ് എന്നൊക്കെ പറയുന്ന സുന്നത്തുണ്ട്. കണ്ണുകൊണ്ട് കാണാതില്ല, അല്ല, മാസമായിട്ടുണ്ട്, പുതിയ മാസം പിറന്നെന്ന് അറിഞ്ഞാൽ തന്നെ സുന്നത്താണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെ ആയിരുന്നു ഹജ്ജ് മാസം 1, ഇന്ന് 2ആണ്. നമ്മുടെ നാട്ടിലൊക്കെ അടുത്ത വെള്ളിയാഴ്ച അറഫയും ശനിയാഴ്ച പെരുന്നാളുമാണ്. ഓരോ നാട്ടുകാർക്കും എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. മക്കത്തൊക്കെ ഹജ്ജ് അറഫ എന്ന് പറഞ്ഞത് വ്യാഴാഴ്ചയും ഒരു പെരുന്നാൾ വെള്ളിയാഴ്ചയാണ്. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മദീനത്തിൽ പോയ സ്വഹാബികൾ ഷാമിലെത്തിയപ്പോൾ നേരത്തെ മാസം കണ്ടു. അപ്പോൾ അവർ നേരത്തെ നോമ്പ് ആരംഭിച്ചു. മദീനത്ത് വന്നപ്പോൾ മദീനത്ത് മാസം കണ്ടിട്ടുമില്ല. അവർ ശനിയാഴ്ച നോമ്പ് ആരംഭിച്ചത്, വെള്ളിയാഴ്ചയാണ് ഷാമിൽ. അപ്പോൾ സ്വഹാബത്തിൻ്റെ കാലത്തുള്ളതാണിത്.
പിന്നെ വെറുതെ ഒരു വസ്വാസ് ചില ആളുകൾക്ക് ഉണ്ടാവും. എന്ത് എല്ലാ കൊല്ലം ഉണ്ടാവണം വസ്വാസ്. മക്കത്ത് ഹാജിമാർ അറഫയിൽ നിൽക്കണം, അന്നല്ലേ അറഫ നോമ്പ്, അതിനോട് ഐക്യദാർഢ്യമല്ലേ? അങ്ങനല്ല. അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം നോക്കണ നോമ്പിൻ്റെ പേരല്ല അറഫ. ദുൽഹിജ്ജ 9 നോക്കുന്ന പേരാണ് അറഫ നോമ്പ്. അറഫയിൽ ഒരു നിൽക്കുന്നത് അന്ന് ഇവിടെ നോമ്പ് വിൽക്കാന്നുള്ളതല്ല. അത് തെറ്റിദ്ധാരണയാണ്. ഓരോ നാട്ടിലും അങ്ങനെയല്ല നമ്മൾ കഴിഞ്ഞു പോയ ഹജ്ജും പെരുന്നാളൊക്കെ ഉണ്ടായത്. അപ്പം ഷാമിലേക്ക് സ്വഹാബത്ത് പോയപ്പോൾ ഒരു വ്യാഴാഴ്ച രാത്രി മാസം കണ്ടപ്പോൾ വെള്ളിയാഴ്ച നോമ്പ് പറ്റും. മദീനത്ത് വന്നപ്പോൾ മദീനത്തെ സ്വാബികളൊക്കെ മാസം കണ്ടിട്ടല്ല, അവർ ശനിയാഴ്ചയാണ്. അപ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം ഷാമും മദീനയായിട്ട്. ഇതെല്ലാം ഈ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയും ചെയ്തു, മാസം കണ്ടു നോക്കട്ടെ, കാണാത്ത പ്രദേശത്ത് പിറ്റേന്ന് 30 പൂർത്തിയാക്കട്ടെ. ആ നിലക്കാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പ് വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ചയും കൂടി നോമ്പെടുത്താൽ വലിയ പുണ്യമായി. ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ നോമ്പ് സുന്നത്തുണ്ട്. സൂറത്തുൽ മുൽക്ക് ഓതൽ സുന്നത്താണ്. എന്ത് മാസം കണ്ട് എന്ന് പറഞ്ഞാലേ തബാറക സൂറത്ത് ഓതൽ സുന്നത്താണ്. ഈ മാസം ഹൈറിൻ്റെ മാസമാകട്ടെ എന്നൊക്കെ ആശംസിക്കൽ സുന്നത്താണ്. ഏത് മാസവും അങ്ങനെ തന്നെ സുന്നത്താണ്. നിത്യവും ദാനധർമ്മങ്ങൾ വല്ലതും നൽകൽ സുന്നത്താണ്. കാരണം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യം ഈ ദിനങ്ങൾക്കാണ്. മനസ്സിലാക്കുക. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യം മുഹറം 9, 10, 1 മുതൽ 10 പുണ്യം ഈ ആദ്യ 10 ദിവസങ്ങൾക്കാണ്. എല്ലാ ദിവസവും വൽഫജിൽ സൂറത്ത് ഓതൽ സുന്നത്താണെന്ന് ഫത്തുൽ അമീനിൽ പറഞ്ഞിട്ടുണ്ട്. ഫത്തുൽ അമീനിൽ 145-ാമത്തെ പേജിൽ പറയാണ്, എല്ലാ ദിവസവും ദുൽഹിജ്ജ 1 മുതൽ 10 വരെ വൽഫജിൽ വലിയാരി നശ്റിന് സൂറത്ത് ഓതൽ സുന്നത്താണ്. കാരണം ദുൽഹിജ്ജനെ പറ്റി പറയുന്ന സൂറത്താണത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിനെ സത്യം ചെയ്ത് പറഞ്ഞ സൂറത്താണ്. ആകെ 2 മിനിറ്റ് വേണ്ടത് ഓതാൻ. വൽഫജിൽ വലിയാരി നശ്ർ വശഫഇ വൽ വത്ർ. ഇതെന്ത് ചെയ്യുക? ദുൽഹിജ്ജ 1 മുതൽ എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. പിന്നെയോ 1 മുതൽ 10 വരെ സൂര്യാസ്തമയം വരെ ഉളിയത്തിറക്കാൻ പറ്റിയ ആട്, പോത്ത്, പശു, ഒട്ടകം, ഇതിലേതെങ്കിലും ഒന്നിനെ കണ്ടാലോ അതിൻ്റെ ഒച്ച കേട്ടാലോ ഒക്കെ ഒരു വട്ടം അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. നമ്മൾ ദുൽഹിജ്ജ മാസം 2-ലാണുള്ളത്. നമ്മളിങ്ങനെ പോവാൻ ഫറോക്ക് അല്ലെങ്കിൽ രാമനാട്ടർക്ക് അല്ലെങ്കിൽ ഏത് വഴിക്കാതെ പോകണം. ഇപ്പോൾ ഒരു പോത്തിനവിടെ തോട്ടത്തിൽ ഉണ്ട്, പറമ്പിലൊരു പോത്തുണ്ട്, പാടത്തൊരു പശുണ്ട്. ഉളിയത്തിറക്കാൻ പറ്റിയൊരു മൃഗത്തെ കണ്ടാൽ അള്ളാഹു മഹോന്നതനാണ് എന്ന് അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയൽ സുന്നത്താണ്. ദുൽഹിജ്ജ 1 മുതൽക്ക് 10 വരെ എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുൽഹിജ്ജ 1 മുതൽ 10ൻ്റെ സൂര്യാസ്തമയം വരെ ആട്, പശു, പോത്ത്, കാള, മൂരി, ഉളിയത്തിറക്കാൻ പറ്റിയ ഒട്ടകം, എരുമ, അതൊക്കെ ഏത് കണ്ടാലും അതിനെ കണ്ടാലൊക്കെ അതിന് കാണണമെന്നില്ല, അതിൻ്റെ ഒച്ചയിട്ടാലും മതി, ശബ്ദം കേട്ടാലും ഒരു പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. ഇതൊക്കെ ഫത്തുൽ അമീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുൽഹിജ്ജ 11-നും 12-നും 13-നും സുന്നത്തില്ല കേട്ടോ, 10ൻ്റെ മഗ്‌രിബ് വരെ. അതുപോലെ 10 ദിവസം എന്തെങ്കിലുമൊക്കെ സ്വതക്ക സുന്നത്താണ്. ഇപ്പം എന്നിപ്പോൾ അങ്ങനെ സ്വതക്ക ചെയ്യാം. നമ്മളെ പേരിലൊക്കെ ഉണ്ടാവില്ല, യത്തീംഖാനൊക്കെ പറ്റിയിട്ടുണ്ടാവില്ലേ? യത്തീംഖാനിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കാകരി അനാഥ മന്ദിരത്തിൻ്റെ, വൃദ്ധസദനത്തിൻ്റെ, ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയൊക്കെ ചെറിയ ബോക്സ് ഉണ്ടാവുമല്ലോ. എന്നൊരു 10 രൂപ ഇട്ടാൽ മതി. 10 ദിവസം കൊണ്ട് 100 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ എന്നും സ്വതക്ക ചെയ്യാൻ കൂലി കിട്ടും ചെയ്തു. എന്നും സ്വതക്ക ചെയ്യും. ഒരു ദിവസം പോലും 10 രൂപയെങ്കിലും കൊടുക്കാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇനി 10 കജൂരെങ്കിലും ഒരു 5 രൂപയെങ്കിലും ആ പെട്ടി കിട്ടാൽ മതി. എന്നും ഒരു സ്വതക്ക. ദുൽഹിജ്ജ 10 വരെയെങ്കിലും നമ്മളിന്നുണ്ടായിരിക്കണം. പിന്നെ അറഫ നോമ്പ് അടുത്ത വ്യാഴാഴ്ചയാണ്. 9-ന് അറഫ നോമ്പ് പിടിക്കൽ. 1 മുതൽ 9 വരെ സുന്നത്തുണ്ട്. അറഫക്ക് പ്രത്യേക സുന്നത്തുണ്ട്. അറഫ നോമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യുകഫിറു സനത്തിൽ മാദിയാവൽ ബാക്കയെന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ആയുസ് നീളുന്ന നോമ്പാണ്. കാരണം അറഫ നോമ്പെടുത്താൽ കഴിഞ്ഞു പോയൊരു വർഷത്തെ നോമ്പും വരാൻ പോകുന്ന ഒരു വർഷത്തെ നോമ്പും ദോഷം പൊറുക്കപ്പെടും. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷം, വരാൻ പോകുന്ന ഒരു വർഷത്തെ ദോഷം. 2025 അറഫ നോമ്പ് എടുക്കുകയാണെങ്കിൽ 2024 എന്ന കൊല്ലത്തിൽ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ 2026 വരാൻ പോകുന്ന തെറ്റുകളും അറബിയാണ് ഒക്കെ പൊറുക്കപ്പെടും. അപ്പോൾ ഒരു കൊല്ലം അവർക്ക് ആയുസ് നീട്ടിക്കിട്ടുമെന്നതിൻ്റെ ശുഭവാർത്ത, ഒരു ശുഭസൂചന ഈ ഹദീസിലുണ്ടെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ മാസത്തിൽ പ്രത്യേകമായ സുന്നത്ത് എന്താ? ദുൽഹിജ്ജ 9ൻ്റെ സുബൈ മുതൽക്ക് കേട്ടോ. അതെന്താ? ദുൽഹിജ്ജ 9ൻ്റെ സുബൈ മുതൽക്ക്. ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അറഫ ദിനം. ദുൽഹിജ്ജ 9ൻ്റെ സുബൈ മുതൽക്ക് 13ൻ്റെ അസർ വരെ എല്ലാ ഫർദ് നിസ്കാരം കഴിഞ്ഞാലും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാലും അതാകാണെങ്കിലും ഖളാആണെങ്കിലും മയ്യിത്ത് നിസ്കാരമാണെങ്കിലും ഒക്കെ സലാം വീട്ടി ഉടനെ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ഉണ്ടല്ലോ, അത് സുന്നത്താണ്. ഇനി ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയണം തന്നെയാണ്.
ദുൽഹിജ്ജ 9 പിന്നെ 9ൻ്റെ സുബൈ മുതൽക്ക്, അറഫ ദിവസത്തിൻ്റെ സുബൈ മുതൽക്ക്, നമ്മളവിടെ അറഫ വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച സുബൈ മുതൽക്ക്, അടുത്ത ആഴ്ച ഈ ദിവസം സുബൈ മുതൽക്ക് ദുൽഹിജ്ജ 13ൻ്റെ അസർ വരെ ഏത് നിസ്കാരം കഴിഞ്ഞാൽ തക്ബീർ സുന്നത്താണ്. മയ്യിത്ത് നിസ്കാരമാണെങ്കിലും ഖളാ വീട്ടാണെങ്കിലും സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും ഒക്കെ തക്ബീർ സുന്നത്ത്. സലാം വീട്ടിൽ ഉടനെ മറ്റു ദിക്റുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇത് തക്ബീർ മുഖയ്യദ് എന്ന് പറയും. പിന്നെ 9 ദുൽഹിജ്ജ 9 അസ്തമിച്ചത് മുതൽക്ക് പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി മുതൽക്ക് പിന്നെ പെരുന്നാൾ നിസ്കരിക്കുന്ന വരെ, പിന്നെ നിസ്കാരത്തിന് ശേഷം അല്ല എപ്പോഴും തക്ബീർ സുന്നത്തുമാണ്. അതിന് തക്ബീർ മുത്തലഖ്, മുർസൽ അല്ലെങ്കിൽ മുത്തലഖ് എന്നൊക്കെ പറയും. അപ്പം അടുത്ത വ്യാഴാഴ്ച മഗ്‌രിബ്, അടുത്ത വെള്ളിയാഴ്ച മഗ്‌രിബ് മുതൽക്ക് ശനിയാഴ്ചയിലെ പെരുന്നാളെങ്കിൽ പെരുന്നാൾ നിസ്കരിക്കണ വരെ. അപ്പോൾ 9 അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ എപ്പോഴും തക്ബീർ സുന്നത്താണ്. അത് നിസ്കാരത്തിന് ശേഷം എന്നല്ല, എപ്പോഴും സുന്നത്താണ്. നിസ്കാരത്തിന് ശേഷം പ്രത്യേകം സുന്നത്തായിരുന്നു ഞാനീ പറഞ്ഞ ദുൽഹിജ്ജ 9ൻ്റെ സുബൈ മുതൽക്ക് ദുൽഹിജ്ജ 13ൻ്റെ അസർ കഴിയുന്നത് വരെയാകുന്നു, അസർ വരെയാകുന്നു. പിന്നെ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകമായ സുന്നത്തായ ചില കാര്യങ്ങളൊക്കെ, പ്രധാനമായ പുണ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പെരുന്നാൾ സുദിനത്തിൽ പ്രധാനമായ ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വലിയ പുണ്യം പറയുന്നുണ്ട് ഈ ദിക്റിന്. സൈനുദ്ദീൻ മഖ്ദൂം തൻ്റെ ദഖായിറുൽ ഇഖ്ബാർ എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നുള്ള ദിക്ർ 300 പ്രാവശ്യം ചൊല്ലിയ വലിയ മഹത്വം പറയുന്നുണ്ട്. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കാൻ പറ്റിയ ദിക്റുകളൊക്കെയാണ്. അതൊക്കെ അധികരിപ്പിക്കുക, സൽക്കർമ്മങ്ങളിലേക്ക് കൂടുതൽ അടുക്കുക. അങ്ങനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ കിട്ടാതെ പോയ ആൾക്കാർ നമ്മളെ പള്ളിക്കാട്ടിലുണ്ട്, നമ്മളെ കുടുംബത്തിലുണ്ട്. അവർക്കിത് കിട്ടിയിട്ടില്ല, അവർ മരണപ്പെട്ടു പോയി. കിട്ടൂലെന്ന് ഒരിക്കലും കരുതിയിട്ടില്ലായിരുന്നു. ഇതേപോലെ നമുക്ക് അടുത്ത കൊല്ലം കിട്ടൂല പറയാൻ പറ്റൂലല്ലോ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മാക്സിമം ഈ സുന്നത്തായ കർമ്മങ്ങളൊക്കെ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഈ മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ ഒക്കെ ഒച്ചപ്പാടുണ്ടാക്കണമെന്നില്ലല്ലോ. അല്ലാഹു അക്ബർ തക്ബീർ സുന്നത്താണ്. അതുപോലെ ഉളഹിയത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ പറയുന്നു. നേരത്തെ എൻ്റെ പൂത്തുംകുട്ടിനെ മറ്റൊക്കെ നേരത്തെ തന്നെ വാങ്ങാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഏതെങ്കിലും പാടത്തും പറമ്പിലുണ്ടായിരുന്ന പൂത്തിനെ എന്തെങ്കിലും കൊണ്ട് വാങ്ങിക്കൊണ്ടെന്നുണ്ടെങ്കിൽ അറക്കണേക്കാളും നല്ലത്. അവനാൻ തീറ്റിപ്പോറ്റി വളർത്തി സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ അതുമായി നമ്മുടെ മനസ്സിൽ ഇണക്കം വന്നിട്ട് അറക്കുമ്പം അതിനാണ് പുണ്യം. തീറ്റിപ്പോറ്റി വളർത്തിയ തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മകൻ്റെ കഴുത്തിൽ കത്തിവെക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. അവനാൻ്റെ കരളാണ് പ്രിയപ്പെട്ട ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ കരളാണ് നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ. അവനാൻ്റെ കുട്ടീനെ കറക്കുമ്പോൾ അത്രയും ബന്ധവും സ്നേഹവും അടുപ്പവും അറ്റാച്ച്മെൻറ്റും ഇല്ല. മകൻ ഇറക്കാൻ പറയുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും. ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാണെന്നാണ്. അപ്പോൾ നമ്മൾ തീറ്റിപ്പോറ്റി വളർത്തിയ അങ്ങനെ ഉണ്ടാവില്ല. ചില കോഴിക്കളെ ചില പെരക്കാർ ഇറക്കൂല, അതിന് ഇറക്കണ്ടാറ്. കാരണം നമ്മൾ അത്രയായിട്ട് നമ്മുടെ ഇണക്കല്ലതല്ലേ. ചില ആടും കുട്ടികളെ പെരക്കാർക്ക് ഇറക്കാൻ വിഷമമാണ്. ചില ആൾക്കാർ പറയും ചെയ്യും അതിന് ഇറക്കണ്ട, അത് അത്രയും ഞാൻ ഉപയോഗിച്ച് അത്രയും ഇണക്കായിരുന്നു. ചില പെണ്ണുങ്ങളൊക്കെ പറയും അതിന് ഇറക്കരുത് കേട്ടോ, കാരണം അത്രയും ഇണക്കാണ്. ഞാൻ എൻ്റെ ഒച്ചയ്ക്കുമ്പോഴേക്ക് വണ്ടി വരും, പാഞ്ഞു വരും, ഞാൻ വരുമ്പോഴേക്ക് എൻ്റെ അടുത്തേക്ക് വരും. അത്രയും ഇണക്കാണ്, അതുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. ഇത്രയും നമ്മൾ തീറ്റിപ്പോറ്റി അതിന് ഓമനപ്പേരൊക്കെ ഇട്ട് കൊടുക്കും. ആടും കുട്ടിക്കും ഓമനപ്പേരൊക്കെ ഇടും. അങ്ങനെ സ്നേഹിച്ച് ഭയങ്കര ബന്ധമായി വരുമ്പോഴാണ് പെണ്ണുങ്ങളൊക്കെ എന്താ പറയുക അതിന് ഇറക്കണ്ട, പാവം തോന്നും. അതിനെയാണ് ഇറക്കേണ്ടത്, അതിനെയാണ് ഉയർത്തിറക്കേണ്ടത്. എന്താ അങ്ങനത്തെ മനസ്സിൻ്റെ ബന്ധമാകുന്ന ദുന്യവിയായ ബന്ധത്തെ അറുത്ത് മാറ്റുക, അതാ ഉയർത്ത്. അല്ലാതെ ആടിനെ എന്നല്ല നല്ല വിഷയം. നമ്മളെ മനസ്സിൻ്റെ ആർത്തിയെയും താല്പര്യങ്ങളെയും മോഹങ്ങളെയും തൻ്റെ മകന് എന്ന ആഗ്രഹം ഉണ്ടല്ലോ, അതിലും വലുതെന്നല്ലോ എൻ്റെ ആടും കുട്ടി എന്നുള്ളത്. എൻ്റെ പൊന്നു മകനെന്നില്ല, അത്ര ബന്ധമല്ലല്ലോ എൻ്റെ പോത്തുംകുട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഹൃദയവുമായി അഭേദ്യമായ ബന്ധവും സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടായിട്ട് ഇറക്കുമ്പോൾ അതിനാ പുണ്യം. ഏതോ ഒരുത്തൻ്റെ പാടത്തോ പറമ്പിലോ ഏതെങ്കിലും ചന്തയിലോ തമിഴ്നാടിലോ പൊള്ളാച്ചിയിലോ കിടക്കുന്ന പോത്തുംകുട്ടിനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് കത്തി വെച്ച് മൂര, അതിന് വലിയ പുണ്യമൊന്നുമില്ല. പുണ്യല്ല പറഞ്ഞാൽ ഉളിയത്താവും, കൂലിയിട്ടും സുന്നത്താണ് പുണ്യമൊക്കെ ഉണ്ട്. ഏത് പുണ്യമല്ല, അവനാൻ തീറ്റിപ്പോറ്റി വളർത്തി സ്നേഹിച്ച് ലാളിച്ച് വെള്ളം കൊടുത്ത് എണ്ണിട്ടെടുത്ത് ഇങ്ങനെ തൈകി കൊണ്ടുവരുന്നതിന് അവനാനെ സ്നേഹമായിട്ട് കൊണ്ട് വളർന്ന പോത്തുംകുട്ടിയുണ്ടല്ലോ, അതിനിറക്കുന്ന പുണ്യം മറ്റിന് കിട്ടൂല. അതിനാണ് പഴയ കാലത്തെ ആൾക്കാരെന്ത് ചെയ്യും, ഉയർത്തിറക്കാൻ പോയി പോത്തുംകുട്ടി നേരത്തെ വാങ്ങിക്കും. ഇന്നിപ്പോൾ ഒന്നുമില്ല. ഇന്നിപ്പോൾ ദുൽഹിജ്ജ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചന്തയിലോ ചേടാറ് ചന്തയിലോ അല്ലെങ്കിൽ ചന്തയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ ഒരു പോത്തുകുട്ടിനോട് വാങ്ങുക, അറുക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കിയത് ഉളിയത്തറ പോത്തുകുട്ടിനെ അറുക്കുക, ആൾക്കാർക്ക് അരച്ചിട്ടെന്നുള്ളതാണ്.
2 കിലോ കിട്ടണം 3 കിലോ കിട്ടണം. ഈ ഇറച്ചിമലല്ല അവിടെ വിഷയം. ഇല്ല ഞാനാറുക വല ദിമാവുഹ വലായാക്കി ഞാനാറ് മുത്തക്കുവാനും വേറെ പ്രത്യേകത കേട്ടോ. അവനാൻ തന്നെ തീറ്റിപ്പോറ്റി വളർത്തി സ്നേഹിച്ച് മനസ്സുത്തിൽ ബന്ധം ഉണ്ടാക്കിയിട്ട് അതിനിറക്കുമ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് പൊരുത്തം കൂടുതൽ കിട്ടും. അതിനാണ് വയ്യത്ത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഈ മാസവുമായി ബന്ധപ്പെട്ട വേറെയും പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.